Hello everyone, this is the second part of the video for the microprogram control for the adder or subtractor circuit. So we have already studied this hardware control for this for this adder or subtractor circuit. So what is our purpose? We have two numbers A and B. We have to add or subtract these numbers, and these two numbers are represented in the signed magnitude form. So നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടതാണ് we have to develop a 8/14 row. So what do you mean by 8/14 row? 8/14 row എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? 8 control words of 14 bits each. അങ്ങനെ ഒരു 8/14 റോം ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ വി ഹാവ് 8 കൺട്രോൾ വേർഡ്സ് ഓഫ് 14 ബിറ്റ്സ് ഈച്ച്. അപ്പോൾ ഈ 8 കൺട്രോൾ വേർഡ്സിന് നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. റോം അഡ്രസ്സ് 0 to 7. ഇതാണ് 8 അഡ്രസ്സ്. റോം അഡ്രസ് 0 to 7 8 അഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മൈക്രോ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം. സോ ദിസ് മൈക്രോ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഈച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഇസ് 14 ബിറ്റ്സ്. ഓരോ മൈക്രോ ഇൻസ്ട്രക്ഷനും 14 ബിറ്റ്സ് ഈച്ച് ആയിട്ടുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മുടെ കൺട്രോൾ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു ബൈനറി മൈക്രോ പ്രോഗ്രാമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. 8/14 റോം. സോ വി ഹാവ് 8 കൺട്രോൾ വേർഡ്സ് ആൻഡ് ഈച്ച് കൺട്രോൾ വേർഡ് ഇസ് ഓഫ് സൈസ് 14 ബിറ്റ്സ്. 8 കൺട്രോൾ വേർഡ്സ് ഉണ്ട്. ഓരോ കൺട്രോൾ വേർഡും 14 ബിറ്റ്സ് ഈച്ച് ആണ്. നേരത്തെ നമ്മൾ ഫിഗറിനകത്ത് കണ്ടതാണ് നമ്മുടെ ഈ റോം ഇൻപുട്ട്സ്, ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ റോം ഔട്ട്പുട്ട്സ് ആണ്. ഇതാണ് നമ്മുടെ പ്രോസസ്സറിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് അഡ്രസ് പാർട്ടും പിന്നെ ഈ സെലക്ട് ഇൻപുട്ട്സ് ആണ് നമ്മൾ ആ ടേബിളിൽ കണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബൈനറി മൈക്രോ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ബൈനറി മൈക്രോ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമുക്കിതിൻ്റെ സിംബോളിക് മൈക്രോ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബൈനറി മൈക്രോ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് മൈക്രോ പ്രോഗ്രാം എന്ന് മനസ്സിലായോ? സോ മൈക്രോ പ്രോഗ്രാം ഇസ് എ സെറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. So each micro instruction is called a control word. So here the control word is of size 14 bits. 14 bits ഉള്ള control word ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അങ്ങനെ എത്ര കൺട്രോൾ വേർഡ്സ് ഉണ്ട്? 8/14 റോം എന്ന് വെച്ചാൽ എത്ര കൺട്രോൾ വേർഡ്സ് ഉണ്ട്? 8 കൺട്രോൾ വേർഡ്സ് ഉണ്ട്. ഒരു കൺട്രോൾ വേർഡിനകത്ത് 14 ബിറ്റ്സ് ആണ്. ഇതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന സിംബോളിക് മൈക്രോ പ്രോഗ്രാം. അപ്പോൾ സിംബോളിക് മൈക്രോ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞ ഫ്ലോ ചാർട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ സിംബോളിക് മൈക്രോ പ്രോഗ്രാം പറയാം. അപ്പോൾ ആദ്യം റോം അഡ്രസ് 0 നോക്കാം. റോം അഡ്രസ് 0ൽ x ഈസ് ഈക്വൽ ടു 1. ദിസ് ഇസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റിൽ QS 1 ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോ വി ഹാവ് ടു ഗോ ടു സ്റ്റെപ്പ് 1. ദാറ്റ് ഇസ് സ്റ്റെപ്പ് 1 ചെയ്യണം. അതായത് BS ഈക്വൽ ടു BS കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. Now if QA is equal to 1, we have to go to step 2. സ്റ്റെപ്പ് 2ലേക്ക് പോകണം. അതായത് അഡീഷൻ ചെയ്യണം. ഇനി ഇത് രണ്ടും 0 ആണ്. QA ആൻഡ് QS 0 ആണെങ്കിൽ we have to remain in step 0 itself. അപ്പം QAയും QSും 0 ആണെങ്കിൽ സ്റ്റെപ്പ് 0ൽ തന്നെ നിൽക്കണം. QS 1 ആണെങ്കിൽ സ്റ്റെപ്പ് 1ലേക്ക് പോകണം, സബ്ട്രാക്ഷൻ ചെയ്യാം. ദാറ്റ് ഇസ് വി ഹാവ് ടു കോംപ്ലിമെൻറ്റ് ദ സൈൻ ഓഫ് ദി സെക്കൻഡ് നമ്പർ. 9 - 8 ആണ് ചെയ്യേണ്ടതെങ്കിൽ 8ൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടു. 8നെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് 9 + -8 ആണ് നമ്മളിവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ആണല്ലോ. ഇനി QAയും QSും 0 ആണെങ്കിൽ സ്റ്റെപ്പ് 0ൽ തന്നെ നിൽക്കുക. ഇനി അടുത്ത് നോക്കിയേ, സ്റ്റെപ്പ് 1ൽ എന്താ ചെയ്യുന്നത്? BS ഈക്വൽ ടു BS കോംപ്ലിമെൻറ്റ്, അതായത് BSൻ്റെ സൈനിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി ഇഫ് S ഈസ് ഈക്വൽ ടു 1 വി ഹാവ് ടു ഗോ ടു സ്റ്റെപ്പ് 4. അപ്പോൾ S ഈസ് ഈക്വൽ ടു 1 വരുന്നത് എപ്പോഴാണ്? സൈൻ ബിറ്റ്, അതായത് രണ്ട് നമ്പറിൻ്റെ നമ്മൾ ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ ബിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ S1 ആയിരിക്കും. സൈൻ ബിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ വി ഹാവ് ടു പെർഫോം സബ്ട്രാക്ഷൻ. അതിനാണ് നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് പോകുന്നത്. സോ QA ഈക്വൽ ടു 1 വി ഹാവ് ടു പെർഫോം അഡീഷൻ. അപ്പം S ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ അഡീഷൻ അല്ല സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ S ഈക്വൽ ടു 1 ആണെങ്കിൽ നേരെ സ്റ്റെപ്പ് 4ലേക്ക് പോകാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനായിട്ട് നേരെ സ്റ്റെപ്പ് 3ലേക്ക് പോകും. ആഡ് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് 3ലേക്ക് പോകും. അപ്പോൾ സ്റ്റെപ്പ് 3ൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് A ഈസ് ഈക്വൽ ടു A + B. സോ ദ റിസൾട്ട് ഈസ് ടു ബി സ്റ്റോർഡ് ഇൻ A. ഇപ്പോൾ റിസൾട്ട് Aയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ലോഡ് ഇൻപുട്ട് L എന്ന് പറയുന്ന ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്യണം. നൗ E ഈക്വൽ ടു C ഔട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് ക്യാരി ഔട്ട് സ്റ്റോർഡ് ഇൻ E ആൻഡ് വി ക്യാൻ സ്റ്റോപ്പ് ദ ഓപ്പറേഷൻ ബൈ ഗോയിങ് ടു സ്റ്റെപ്പ് 0. സ്റ്റെപ്പ് 0ലേക്ക് തന്നെ പോകണം ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇനി സ്റ്റെപ്പ് 4ൽ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് 4ൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ
സ്റ്റെപ്പ് 4 എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ആണ് സ്റ്റെപ്പ് 4 ചെയ്യുന്ന ഓപ്പറേഷൻ. അതായത് സബ്ട്രാക്ഷൻ ആണ് സ്റ്റെപ്പ് 4 ചെയ്യുന്ന ഓപ്പറേഷൻ. എന്നിട്ട് ക്യാരി ഔട്ട് ഇയിൽ കൊടുക്കണം. ഇത്രയാണ് സ്റ്റെപ്പ് 4 ചെയ്യുന്ന ഓപ്പറേഷൻ. ഓക്കെ. ഇനി അതുപോലെ തന്നെ സ്റ്റെപ്പ് 4 നിന്ന് നേരെ സ്റ്റെപ്പ് 5 വരണം. സ്റ്റെപ്പ് 5 ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണല്ലോ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 0 പോകണം. ആഫ്റ്റർ ക്ലിയറിംഗ് ഇ ഈസ് ഈക്വൽ ടു 0. സോ എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ചെയ്യണം. ക്യാരി ഔട്ട് ഇയിൽ വെക്കണം. എന്നിട്ട് ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ സ്റ്റെപ്പ് 0 തന്നെ പോകണം. അതായത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. സോ വി ഹാവ് ടു ടെർമിനേറ്റ് ദ ഓപ്പറേഷൻ ആഫ്റ്റർ ക്ലിയറിംഗ് ഇ ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്തത് ഇ ഈസ് ഈക്വൽ ടു 1 അല്ല, ഇ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ഈസ് ലെസ് ദാൻ ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 6 വരണം. സ്റ്റെപ്പ് 6 ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ്. അതുപോലെ സ്റ്റെപ്പ് 7 ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 ആൻഡ് എ എസ് ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെൻറ്റ് ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 0. ഓക്കെ. സ്റ്റെപ്പ് 6 7 ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഇയുടെ വാല്യൂ 0 ആണ്. ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന കേസിൽ എ ലെസ് ദാൻ ബി ആണ്. സോ ദ റിസൾട്ട് ഈസ് നോട്ട് കറക്റ്റ്. സോ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു പെർഫോം എ ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് 1. അതായത് റിസൾട്ടിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൈനിനെ നെഗേറ്റ് ചെയ്തു. അതായത് എ എസ് ഈക്വൽ ടു എ എസ് ബാർ ചെയ്തിട്ട് ഗോ ടു 0. സ്റ്റെപ്പ് 0 തന്നെ പോയി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ചാർട്ടിനെ നമ്മളൊരു പ്രോഗ്രാമായിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഈ പ്രോഗ്രാമിനെ നമ്മൾ സിംബോളിക് മൈക്രോ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിനി അടുത്തത് ബൈനറി മൈക്രോ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംബോളിക് മൈക്രോ പ്രോഗ്രാം വളരെ ഈസിയാണ്. നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്. സൈൻ ബിറ്റ് 1 ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണം. സബ്ട്രാക്ഷൻ്റെ സ്റ്റെപ്പാണ് 4 to 7. സൈൻ എസ് എന്ന് പറയുന്ന ബിറ്റ്, എസ് എന്ന് പറയുന്ന എക്സോർ ഗേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സൈൻസിനെ എക്സോർ ചെയ്തത്. സൈൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണം. അതായത് സ്റ്റെപ്പ് 4 to 7 ചെയ്യണം. ദ സൈൻസ് ആർ സെയിം. വി ക്യാൻ പെർഫോം അഡീഷൻ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആൻഡ് ഇ ഈക്വൽ ടു സി ഔട്ട് ആൻഡ് വി ക്യാൻ സ്റ്റോപ്പ് ദ ഓപ്പറേഷൻ ബൈ ഗോയിങ് ടു സ്റ്റെപ്പ് 0. ഇനി സൈൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണം. സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ചെയ്യണം. ക്യാരി ഔട്ട് ഇയിൽ വയ്ക്കണം. എന്നിട്ട് ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ റിസൾട്ട് കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇ ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് 0 തന്നെ പോകണം. ഇനി അല്ല, ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ എ ഈസ് ലെസ് ദാൻ ബി ആണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ചെയ്യണം. എന്നിട്ട് എസിലെ സൈനിനെ കോംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് സ്റ്റെപ്പായ 0 പോകണം. ഇത് നമ്മൾ ഓൾറെഡി കണ്ട സെയിം ഫ്ലോ ചാർട്ടിൻ്റെ കറസ്പോണ്ടിങ് മൈക്രോ പ്രോഗ്രാമാണ്. നമുക്കിനി അടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇതിൻ്റെ സിംബോളിക് മൈക്രോ പ്രോഗ്രാം. അപ്പോൾ ഈ സിംബോളിക് മൈക്രോ പ്രോഗ്രാമിന് നോക്കി 8 അഡ്രസ്സസ് ഉണ്ട്. 0 to 7 വരെ 8 അഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഓരോ ഇൻസ്ട്രക്ഷൻസ് പറയാം. എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി മൈക്രോ പ്രോഗ്രാം പറയാം. അപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. ഇനി ക്യു എസോ ക്യു എയോ കൊടുത്താൽ മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. അതായത് ക്യു എസ് 1 കൊടുത്താൽ സ്റ്റെപ്പ് 1 വരും. ക്യു എ ആണ് 1 കൊടുക്കുന്നതെങ്കിൽ സ്റ്റെപ്പ് 2 വരും. അപ്പോൾ അതിനകത്ത് ആപ്പാട് ചെയ്യുന്ന ഓപ്പറേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ റോം ഔട്ട്പുട്ടിനകത്ത് ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കും. ബാക്കിയെല്ലാം കണ്ടോ? ബാക്കിയെല്ലാം 0 ആണ്. ഇനി എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ വേറെ ക്യു എയോ ക്യു എസോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 0 എന്ന് പറയുന്ന അഡ്രസ്സിൽ തന്നെ നിൽക്കുക. ബോത്ത് ക്യു എയും ക്യു എസും രണ്ടും നമ്മൾ കൊടുത്തില്ല. ക്യു എ ആൻഡ് ക്യു എസ് 0, വി ക്യാൻ കണ്ടിന്യൂ ഇൻ സ്റ്റെപ്പ് 0 ഇറ്റ് സെൽഫ്. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് 0 1 ആണ്. അതായത് സെലക്ട് ഇൻപുട്ട് 0 1 എന്ന് വെച്ചാൽ ലോഡ് ഇൻപുട്ട് ടു സി ആറിലേക്ക് ലോഡ് ഇൻപുട്ട് കൊടുക്കുക. മിക്കവാറും എല്ലാ കേസിലും സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് 0 1 തന്നെയാണ്. അപ്പോൾ ഇത് 0 1 അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻപുട്ട്സ് വരുവാണെങ്കിൽ ഞാൻ അത് സ്പെഷ്യലായിട്ട് പറയാം. മിക്കവാറും എല്ലാ കേസിലും 0 1 തന്നെയാണ് സെലക്ട് ഇൻപുട്ട്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. എക്സ് 1 ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 0 തന്നെ നിൽക്കുക. അൺലെസ് ആൻഡ് അതർവൈസ് ക്യു എ ഓർ ക്യു എസ് ഇസ് ഗിവൺ. If QA, both QA and QS, that is QS and QA 0 ആണെങ്കിൽ
നമ്മൾ സ്റ്റെപ്പ് 0യിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ് ഈസ് ബോത്ത് QA ആൻഡ് QS is 0. We can if either QA and QS is 0, we will be in the step 0 itself. സ്റ്റെപ്പ് 0യിൽ തന്നെ നിൽക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് റൂം അഡ്രസ് 1 എന്ന് പറയുന്നത് BS ഈക്വൽ ടു BS കോംപ്ലിമെൻ്റ് ആണ്. അതെങ്ങനെ വരും? BS ഈക്വൽ ടു BS കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ Y എന്ന് പറയുന്നതിനെ 1 ആക്കുക. സോ Y ഈസ് യൂസ് ടു കോംപ്ലിമെൻറ്റ് BS ആൻഡ് Z is used to complement AS. This we have already studied in the equipment configuration of the hardware control. ഇനി നമ്മൾ 001 എന്ന് പറയുന്ന അഡ്രസ്സിലാണ്. അപ്പോൾ Y മാത്രം 1 കൊടുക്കുക, ബാക്കി എല്ലാം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഇനി നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 കഴിഞ്ഞിട്ട് അടുത്ത അഡ്രസ്സ് എന്താണ്? 2 ആണ് അടുത്ത അഡ്രസ്സ്. അതാണ് 010 കൊടുത്തിരിക്കുന്നത്. അടുത്ത അഡ്രസ്സ് 2 ആണ്. അപ്പോൾ ഈ അഡ്രസ് കോളത്തിൽ നെക്സ്റ്റ് അഡ്രസ്സാണ് വരുന്നത്. സെലക്ട് ഇൻപുട്ട് 01 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സെലക്ട് ഇൻപുട്ട് 01 itself. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് നിങ്ങൾ തന്നെ പറയുക. ഇഫ് എസ് ഈസ് ഈക്വൽ ടു 1 ഗോ ടു സ്റ്റെപ്പ് 4. ഇഫ് എസ് ഈസ് ഈക്വൽ ടു 1 ഗോ ടു സ്റ്റെപ്പ് 4. അതായത് നമ്മുടെ സൈൻ ബിറ്റ്സ് കമ്പയർ ചെയ്യുമ്പം സൈൻ ബിറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് 4ലേക്ക് പോകണം. അപ്പോൾ നോക്കിയേ, ഈ സ്റ്റെപ്പിനകത്ത് എസ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 4. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഓരോ ഓപ്പറേഷനും ALUവിന് ചെയ്യാനില്ല. അതുകൊണ്ട് ഈ ബിറ്റ്സ് എല്ലാം നമ്മൾ 0 കൊടുക്കണം. ഇനി എസ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ സ്റ്റെപ്പ് 4ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ബൈനറി വാല്യൂ നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് നെക്സ്റ്റ് അഡ്രസ്സ്. 4ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് 100. ഇനി സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 10 തന്നെയാണ്. സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് 10. അതായത് സെലക്ട് ഇൻപുട്ട് 10. സെലക്ട് ഇൻപുട്ട് 10 വന്ന് എന്താണെന്ന് വെച്ചാൽ എസ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് 2 കൊടുക്കണം, ഇനെ സെലക്ട് ചെയ്യാനായിട്ട് 3 കൊടുക്കണം. നമ്മൾ നേരത്തെ ആ മൾട്ടിപ്ലെക്സിൻ്റെ സെലക്ട് ഇൻപുട്ടിനകത്ത് പറഞ്ഞതാണ്. അതായത് സെലക്ട് ഇൻപുട്ട് 0 ആണെങ്കിൽ 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് സെലക്ട് ചെയ്യണം. 1 ആണെങ്കിൽ ലോഡ് ഇൻപുട്ട് CAR സെലക്ട് ചെയ്യണം. 2 ആണെങ്കിൽ S സെലക്ട് ചെയ്യണം. 3 ആണെങ്കിൽ E സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ആണ്, അതായത് 2 ആണ്. എസ്സിൻ്റെ വാല്യൂ ആണ് സെലക്ട് ചെയ്യണം. അപ്പോൾ 2 ആണെങ്കിൽ എസ്സിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് 2 കൊടുക്കണം ഇൻ ഓർഡർ ടു സെലക്ട് ദ വാല്യൂ ഓഫ് എസ്സിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് ഇൻപുട്ട് 2 കൊടുക്കണം. അപ്പോൾ എസ്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഏത് അഡ്രസ്സിലേക്കാണ് പോകേണ്ടത്? അഡ്രസ് 4ലേക്ക് പോകണം. എസ്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അഡ്രസ് 4ലേക്ക് പോകണം. അതായത് 100ലേക്ക് പോകണം. അഡ്രസ് 4ലേക്കാണ് പോകേണ്ടത്. 4ൻ്റെ ബൈനറി വാല്യൂ ആണ് 100. ഇനി അടുത്ത് നോക്കിയേ, റോം അഡ്രസ് 3യിലുള്ളത് A is equal to A plus B, E is equal to C out, go to step 0. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് A equal to A plus B ആണ്. പിന്നെ അതിനുശേഷം go to അഡ്രസ് 0 എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ A equal to A plus B ചെയ്യാനായിട്ട് ALUവിൻ്റെ സെലക്ഷൻ ഇൻപുട്ട് എന്ന് പറയുന്നത് S2 S1 S0 സീൻ എന്ന് പറയുന്നത് 0010 കൊടുക്കണം. ഇനി A plus B മാത്രം ചെയ്താൽ പോരാ, ആ റിസൾട്ട് എയിലേക്കും കൂടെ ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ L ഇൻപുട്ട് ഷുഡ് ബി ഓൾസോ ഗിവൺ ആസ് 1. Now we have to go to the next address. Next address is 0. Go to 0 എന്ന് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നെക്സ്റ്റ് അഡ്രസ്സ് 0 ആണ്. പിന്നെ ഇവിടെ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് 01 തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ സെലക്ട് ലൈൻ. അത് 01 തന്നെയാണ് കൊടുക്കുന്നത്. സെലക്ട് ലൈന് 2 കൊടുക്കുന്നത് എസ് സെലക്ട് ചെയ്യേണ്ട കേസിൽ 2 കൊടുക്കണം, ഈ സെലക്ട് ചെയ്യേണ്ട കേസിൽ 3 കൊടുക്കണം. ബാക്കി എല്ലാ കേസിലും 1 തന്നെയാണ്. ഞാൻ അടുത്ത് നോക്കാം. ഇനി അടുത്തതെന്ന് വെച്ചാൽ അഡ്രസ് 4 ആണ്. അഡ്രസ് 4ൽ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? A is equal to A plus B complement plus 1 and E is equal to C out. That is ALU has to perform the subtract operation. സബ്ട്രാക്ട് ഓപ്പറേഷൻ ആണ് സ്റ്റെപ്പ് 4ൽ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 4 നോക്കാം. 100ൽ ചെയ്യേണ്ടത് സബ്ട്രാക്ട് ഓപ്പറേഷൻ. സബ്ട്രാക്ട് ഓപ്പറേഷൻ ചെയ്യാൻ S2 S1 S0 സീൻ്റെ വാല്യൂ 0101 ആണ് കൊടുക്കേണ്ടത്. ഇനി ആ റിസൾട്ട് എയിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് L എന്ത് കൊടുക്കണം? 1 കൂടെ കൊടുക്കണം. ഇനി നെക്സ്റ്റ് അഡ്രസ്സിലേക്കാണ് പോകേണ്ടത്. സോ നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് വെച്ചാൽ 101 ആണ്. അതായത് 100 കഴിഞ്ഞാൽ അടുത്ത് എത്രയാണ്? 101 ആണ്, അതായത് 5 ആണ്. സെലക്ട് ഇൻപുട്ടിന് വ്യത്യാസമൊന്നുമില്ല, 01 തന്നെയാണ്. ഇനി അടുത്ത് നോക്കിയേ, സ്റ്റെപ്പ് 5നകത്ത് ഇഫ് E is equal to 1 ആണെങ്കിൽ ഗോ ടു 0
ആൻഡ് വി ഹാവ് ടു ക്ലിയർ ഇ ആസ് 0 അല്ലേ. അപ്പോൾ ഇ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ ഗോ ടു 0 ആൻഡ് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഹിയർ ദ ALU പെർഫോംസ് ഇ ഈക്വൽ ടു 0 ആക്കണം. അത് മാത്രമല്ല ALUവിൻ്റെ ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, സ്റ്റെപ്പ് 5 ഇനെ ക്ലിയർ ചെയ്യണം. അത് മാത്രമേ ALUവിൻ്റെ ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ W എന്ന് പറയുന്ന വേരിയബിളിന് എന്താക്കും, 1 ആക്കും. W ഈസ് യൂസ് ടു ക്ലിയർ ഇ. W എന്തിനാ ഉപയോഗിക്കുന്നത്? ടു ക്ലിയർ ഇ ആസ് 0. വേറൊന്നും ALUവിന് പെർഫോം ചെയ്യാതെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷനിൽ നമ്മൾ കണ്ടതാണ്. ഇനി ഇ ഈക്വൽ ടു 0 മാത്രം ചെയ്താൽ പോരാ, പിന്നെ നമ്മൾ വി ഹാവ് ടു ഗോ ടു ദ അഡ്രസ് 0. അഡ്രസ് 0യിലേക്ക് പോകണം. അതുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 00 തന്നെ കൊടുക്കണം. അതായത് ഇനി അടുത്ത് 0 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇനി സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ 11 ആണ്. കണ്ടോ, 11 വന്ന് എന്താണ്, ഇനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് 11 കൊടുക്കുന്നത്. എസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് 10 കൊടുക്കും. ഇ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് 11 കൊടുക്കും. ഈസ് 3, അതായത് 3 ആണെന്ന് കാണിക്കാനായിട്ട് 11 കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ആണ്. സോ വാട്ട് ദ ALU പെർഫോംസ് ഈസ് എ കോംപ്ലിമെൻ്റ് ഓൺലി. അപ്പം സ്റ്റെപ്പ് 6-നകത്ത് എ ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് S2 S1 S0 സീനിൻ്റെ വാല്യൂ 1110 കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ആ റിസൾട്ട് എയിലേക്ക് തന്നെ ലോഡ് ചെയ്യാനായിട്ട് L1 കൊടുക്കണം. ബാക്കി എല്ലാം 0 ആണ്. ഇനി വാട്ട് ഈസ് ദ നെക്സ്റ്റ് അഡ്രസ്? 6 കഴിഞ്ഞ അടുത്ത അഡ്രസ്സ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 111 ആണ് നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. സെലക്ട് ഇൻപുട്ട് എന്ത് തന്നെയാണ്? 01 തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ സെലക്ട് ഇൻപുട്ട്. ഇനി അടുത്തത് സ്റ്റെപ്പ് 7, ലാസ്റ്റ് സ്റ്റെപ്പ്. എ ഈക്വൽ ടു A+1 ചെയ്യണം. AS ഈക്വൽ ടു AS കോംപ്ലിമെൻറ്റ് ചെയ്യണം. ഗോ ടു സ്റ്റെപ്പ് 0. 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ALU പെർഫോം ചെയ്യേണ്ട ഫംഗ്ഷൻ ആദ്യം A+1 ചെയ്യണം, പിന്നെ സൈനിനെ കോംപ്ലിമെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 8 അല്ല, പകരം എത്രയാണ്? 0 ആണ് നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ലാസ്റ്റ് 1 എന്ന് വെച്ചാൽ എ ഈക്വൽ ടു A+1 ചെയ്യാനായിട്ട് S2 S1 S0 സീനിൻ്റെ വാല്യൂ 001 കൊടുക്കണം. ഇനി ആ റിസൾട്ട് എയിലേക്ക് തന്നെ ലോഡ് ചെയ്യാനായിട്ട് L1 കൊടുക്കണം. ഇനി നമുക്ക് ഈ AS ഈക്വൽ ടു AS കോംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ASനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിറ്റാണ് Z. BSനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് ഏതായിരുന്നു? Y ആയിരുന്നു. BSനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ. ASനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? Z ആണ്. അപ്പോൾ ഇത് ഇത്രയും ചെയ്യണം. S2 S1 S0 സീനിൻ്റെ വാല്യൂ A ഈക്വൽ ടു A+1 ചെയ്യാനായിട്ട് 0001 കൊടുക്കണം. ആ റിസൾട്ട് എയിലേക്ക് ലോഡ് ചെയ്യാൻ L1 കൊടുക്കണം. പിന്നെ നമ്മൾ Zൻ്റെ വാല്യൂ 1 കൊടുക്കണം ഇൻ ഓർഡർ ടു ക്ലിയർ AS. ഇനി നെക്സ്റ്റ് അഡ്രസ്സ് എത്രയാണ്? നെക്സ്റ്റ് അഡ്രസ് ഈസ് 000 itself ആൻഡ് സെലക്ട് ഇൻപുട്ട് ഈസ് 01 itself. അപ്പോൾ ഇത്രയും ഓർക്കുക, സെലക്ട് ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഇത്രയും ഭാഗം നമ്മൾ ഹാർഡ്വെയർ കൺട്രോളിനകത്ത് ഡിസൈൻ ചെയ്തതാണ്. ഈ ഒരു പാർട്ട് മാത്രമേ, ഈ 2 പാർട്ട് മാത്രമേ ഇതിനകത്ത് വ്യത്യാസം വരുന്നു. അപ്പോൾ ഇതിനകത്ത് അഡ്രസ് പാർട്ടിനകത്ത് യൂഷ്വലി 1 ഫോർ എക്സാമ്പിൾ 1 കഴിഞ്ഞ് അടുത്ത് 2 ആണ്, 2 കഴിഞ്ഞ് 3 അങ്ങനെ തന്നെ പോകണം. വ്യത്യാസം വരുന്നത് കുറച്ച് കേസസിൽ മാത്രമേ ഉള്ളൂ. അതായത് സ്റ്റെപ്പ് 2-നകത്ത് നമുക്ക് 4-ലേക്ക് പോകണം, അതുപോലെ സ്റ്റെപ്പ് 3-ൽ 0-ലേക്ക് പോകണം, 5-ൽ 0-ലേക്ക് പോകണം, 7-ലും 0-ലേക്ക് പോകണം. ബാക്കിയെല്ലാം ഇപ്പം 1 കഴിഞ്ഞിട്ട് അടുത്ത് 2 തന്നെയാണ്. അങ്ങനെ വരത്തുള്ളൂ. നെക്സ്റ്റ് അഡ്രസ്സിലേക്ക് സീക്വൻഷ്യലായിട്ട് തന്നെയാണ് പോകേണ്ടത്. വ്യത്യാസം വരുന്ന കേസ് 2, 3, 5, 7 മാത്രമേ വ്യത്യാസം വരുന്ന കേസുള്ളൂ. അതായത് അഡ്രസ് 2-ൽ നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? 4-ലേക്കാണ് പോകേണ്ടത്. 3ക്ക് പകരം ഇവിടെ കണ്ടോ 4 ആണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇവിടെ സെലക്ട് ഇൻപുട്ട് എത്രയാണ്? 10 ആണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് 3-നകത്ത് നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സ് പോകേണ്ടത് 0-ലേക്കാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് 7-നകത്ത് നമുക്ക് പോകേണ്ട അഡ്രസ്സ് 0 തന്നെയായിരുന്നു. സ്റ്റെപ്പ് 7-ലും നെക്സ്റ്റ് അഡ്രസ്സ് 0 തന്നെയായിരുന്നു. അതുപോലെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. സ്റ്റെപ്പ് 5-ലും നമുക്ക് 0 അഡ്രസ്സിലേക്കാണ് പോകേണ്ടത്. ബാക്കി എല്ലാ സ്റ്റെപ്പിലും നെക്സ്റ്റ് അഡ്രസ്സ് തന്നെ എടുക്കുക. ഇനി സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് എസ് വരുന്ന കേസിൽ 2 കൊടുക്കുക, ഇ വരുന്ന കേസിൽ 3 കൊടുക്കുക. ബാക്കി എല്ലാ കേസിലും കണ്ടോ 01 തന്നെയല്ലേ സെലക്ട് ഇൻപുട്ട്. എസ് വരുന്ന കേസിൽ 2 കൊടുക്കുക, ഇ വരുന്ന കേസിൽ 3 കൊടുക്കുക, ബാക്കി എല്ലാ കേസിലും